സെൻസ് ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ലുക്സ് ദ സെയിം. എക്കോയുടെ കഥയിലേക്ക് ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരനെ കൊണ്ടെത്തിച്ച വാക്കാണത്. കുര്യച്ചൻ എന്ന തന്ത്രശാലിയുടെ ക്രോണിക്കിൾസ് കണ്ടിറങ്ങുന്ന പ്രേക്ഷകനും കൂടെ കൂട്ടുന്ന ആവർത്തിച്ച് അടിവരയിടുന്ന വാക്ക്. ചിത്രത്തിൽ തെളിഞ്ഞ ഓരോ കഥാപാത്രത്തിന്റെയും വിധിയിൽ ആ കഥാകാരൻ അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ സംരക്ഷണത്തിനും നിയന്ത്രണത്തിനും ഒരേ മുഖമാണുള്ളതെന്ന്. എക്കോയിൽ മാത്രമാണോ? കിഷ്കിന്ധാകാണ്ഡത്തിൽ അപ്പുപിള്ള പറയുന്ന ഓർക്കുന്നില്ലേ? എന്റേത് ഒരു റിക്കവറി ഇല്ലാത്ത രോഗമാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്. അതൊരു ഫ്രീഡം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കാനുള്ള ഫ്രീഡം. സോയുടെ ജീവിതത്തിലേക്ക് എക്കോയുടെ ഹസ്തങ്ങൾ നീളുമ്പോൾ അപ്പുപിള്ളയും അമ്പിളി രാജുവും അയ്യപ്പനും ഒക്കെ അതിലെ കണ്ണികളായി കൂടെ ചേരും. സ്വാതന്ത്ര്യത്തിന്റെയും വിധികളുടെയും ചട്ടക്കൂടിൽ കഥാപാത്രങ്ങളെ കൊണ്ട് പകിട കളിപ്പിക്കുകയാണ് ആ കഥാകാരൻ. നൂലിഴ പിരിയാതെ സസൂക്ഷ്മം പഴുതടിച്ച കഥ മെനയുന്ന ബാഹുൽ രമേശ്. ചുരുക്കം സീനുകൾ കൊണ്ട് പ്രിമൈസ് സെറ്റ് ചെയ്തെടുക്കുന്നതിലാണ് ബാഹുലിന്റെ ബ്രില്യൻസ്. കഥയും പശ്ചാത്തലവും മനസ്സിൽ പതിപ്പിക്കാൻ ഡയലോഗുകൾ പോലും വേണ്ട. മനുഷ്യരും കാടിന്റെ വന്യതയിലും മനുഷ്യന്റെ നിശബ്ദതയിലും അയാൾ മെനയുന്ന കഥകളുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ കൗതുകം പൂണ്ട കുഞ്ഞിനെ പോലെ ഊടുവഴികൾ ഓരോന്നിലും അയാൾ കഥയുമായി കയറിയിറങ്ങും. അത് വിശ്വസിച്ച് നമ്മളും ആ യാത്ര പോകും. പല മനുഷ്യരെ അവരുടെ ജീവിതത്തെ കാട്ടിത്തരും. അവിടെ മറു ചോദ്യങ്ങളോ സംശയങ്ങളോ ബാക്കിയില്ല. അത്രയ്ക്ക് കൺവിൻസിംഗ് ആണ്. സ്ക്രീനിൽ കാണുന്നയാൾ നല്ലവനോ കെട്ടവനോ എന്ന് അയാൾ പറഞ്ഞു തരും. അത് നമ്മൾ വിശ്വസിക്കും. കഥയുടെ പോക്കിൽ പതിയെ പതിയെ അവരുടെ മറുമുഖം തെളിയും. അപ്പോഴും കഥാകാരന്റെ പക്ഷത്ത് നമ്മൾ ഉറച്ചു തന്നെ നിൽക്കും. കഥ വീണ്ടും കാഴ്ചക്കാരനെ കബളിപ്പിച്ച് മറ്റൊരു പ്ലോട്ടിലേക്ക്. ഒടുക്കം അപ്രതീക്ഷിതമായൊരു പോയിന്റിൽ ചിന്തിക്കാൻ കഥകൾ ബാക്കി വെച്ച് അയാൾ സിനിമയെ അവസാനിച്ച യാത്ര പറയും. തിരശ്ശീലയ്ക്ക് പുറത്ത് കഥാപാത്രങ്ങൾ ഓരോരുത്തരെയും നെഞ്ചിലെ കൂട്ടിൽ ബാക്കിയിരുത്തി നമ്മളും.